IL-T20യിലെ MI എമിറേറ്റ്സ് ഡെസേർട്ട് വൈപ്പേഴ്സ് മത്സരം അബുദാബി ഷെയ്ഖ് സായിദ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കണ്ടം കളിയിൽ നിരവധി തവണ നാം സാക്ഷിയായിട്ടുള്ള സ്ട്രാറ്റജിക് ബ്രില്യൻസ് ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗിൽ കാണാനായാൽ എങ്ങനെയുണ്ടാകും? മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്തത് ഡെസേർട്ട് വൈപ്പേഴ്സ് ആണ്. പ്രതീക്ഷിച്ചത്ര വേഗതയുണ്ടായിരുന്നില്ല വൈപ്പേഴ്സിന്റെ ഇന്നിങ്സിന്. 15.5 ഓവറിൽ വൈപ്പേഴ്സ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ക്രീസിലുള്ളത് ഒച്ചിഴയും വേഗത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മാക്സ് ഹോൾഡൻ. 36 പന്തിൽ 42 റൺസ് നേടിയെങ്കിലും ഹോൾഡൻ ബൗളർമാർക്കെതിരെ നന്നായി കഷ്ടപ്പെടുകയാണ്. റാഷിദ് ഖാനാണ് പന്തെറിയുന്നത്. ഇടങ്കയ്യൻ ബാറ്ററായ മാക്സ് ഹോൾഡനെതിരെ ഓഫ് സ്റ്റമ്പിന് പുറത്തേക്കൊരു പന്താണ് റാഷിദ് ഖാൻ എറിഞ്ഞത്. അഗ്രസീവായി ഷോട്ടിന് ശ്രമിച്ച ഹോൾഡന്റെ നീക്കം പിഴച്ചു. വിക്കറ്റിന് പിന്നിൽ നിക്കോളാസ് പൂരൻ പന്ത് കൈക്കലാക്കുന്നു. എളുപ്പമുള്ള ഒരു നീക്കത്തിലൂടെ ഹോൾഡനെ പുറത്താക്കാൻ പൂരന് അവസരമുണ്ടായിരുന്നു. എന്നാൽ വിൻഡീസ് താരമായ പൂരൻ അതിന് തയ്യാറാകുന്നില്ല. സ്റ്റംപ് ചെയ്യാതെ ഹോൾഡനെ പൂരൻ രക്ഷിച്ചു. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ വേഗം തന്നെ മാക്സ് ഹോൾഡൻ ക്രീസിലേക്ക് കയറി. ബോധപൂർവം ഹോൾഡനെ സ്റ്റംപ് ചെയ്യേണ്ടതില്ലെന്ന് പൂരൻ തീരുമാനിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്തായിരിക്കും? അവിടെയാണ് കണ്ടം കളിയുടെ പ്രാധാന്യം. നന്നായി കളിക്കാൻ കഴിയാത്തൊരു പ്ലെയറെ ഔട്ടാക്കാൻ അവസരം ലഭിച്ചിട്ടും ഔട്ടാക്കാതെ അവനെ തന്നെ ക്രീസിൽ നിർത്തണമെന്ന മാസ്റ്റർ ക്ലാസ് തന്ത്രം. സ്കോറിംഗ് നിരക്ക് കുറയട്ടെ എന്ന ആ തന്ത്രമാണ് നിക്കോളാസ് പൂരൻ പ്രയോഗിച്ചത്. എന്നാൽ വൈപ്പേഴ്സിന്റെ കയ്യിൽ ഒരു മറുതന്ത്രം ഉണ്ടായിരുന്നു. ഒരു പന്ത് കൂടിയേ മാക്സ് ഹോൾഡന് ആയുസുണ്ടായിരുന്നുള്ളൂ. ഹോൾഡനെ റിട്ടയർഡ് ഔട്ടായി പ്രഖ്യാപിക്കുകയാണ് വൈപ്പേഴ്സ് ചെയ്തത്. ബാറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന സാം കറൻ, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവരെ ക്രീസിലെത്തിക്കാനായിരുന്നു വൈപ്പേഴ്സിന്റെ നീക്കം. എന്നാൽ ഹോൾഡനെ പുറത്തേക്കെത്തിച്ച് സാം കറനെ കൊണ്ടുവന്ന നീക്കം കൊണ്ട് വലിയ ഉപകാരമൊന്നും ടീമിന് ലഭിച്ചില്ല. 19 പന്തിൽ 19 റൺസ് എടുത്താണ് കറൻ പുറത്തായത്. എന്നാൽ ഹെറ്റ്മെയറും ഡാൻ ലോറൻസും മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തതോടെ ഡെസേർട്ട് വൈപ്പേഴ്സിന്റെ ഇന്നിംഗ്സ് 159 റൺസിൽ അവസാനിച്ചു. 160 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ MI എമിറേറ്റ്സിന് പക്ഷേ വിജയത്തിലേക്ക് എത്താനായില്ല. 4 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ പേസ് ബോളർ ഡേവിഡ് പെയിൻ MI എമിറേറ്റ്സ് ബാറ്റിംഗ് നിരയെ തകർത്തു. 1 റണ്ണിനാണ് ഡെസേർട്ട് വൈപ്പേഴ്സ് വിജയം പിടിച്ചെടുത്തത്. പൊള്ളാട് ക്യാപ്റ്റനായ MI എമിറേറ്റ്സിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഷാർജ വാരിയേഴ്സിനെതിരെ ഇതിനു മുമ്പ് നടന്ന മത്സരത്തിൽ 4 റൺസിന് MI എമിറേറ്റ്സ് വിജയിച്ചിരുന്നു. ഈ വിജയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പൊള്ളാട് മത്സരശേഷം പ്രതികരണം നടത്തിയത്. തങ്ങളുടെ കഴിഞ്ഞ മത്സരത്തിൽ പരാജയത്തിന്റെ വക്കിൽ നിന്ന് വിജയത്തിലെത്തി. ഇത്തവണ അത് തന്നെ തങ്ങൾക്കെതിരെയും തിരിഞ്ഞു. ക്രിക്കറ്റിൽ ഇതെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ഇതായിരുന്നു പൊള്ളാടിന്റെ വാക്കുകൾ. IL-T20 4ാം സീസണിൽ തുടർച്ചയായി 4ാമത്തെ വിജയമാണ് ഡെസേർട്ട് വൈപ്പേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ദുബായ് ക്യാപിറ്റൽസ്, അബുദാബി നൈറ്റ് റൈഡേഴ്സ്, MI എമിറേറ്റ്സ് എന്നീ ടീമുകൾക്കെതിരെ വിജയിച്ച ഡെസേർട്ട് വൈപ്പേഴ്സ് ഗൾഫ് ജയൻസിനെതിരെ സൂപ്പർ ഓവറിലാണ് വിജയം സ്വന്തമാക്കിയത്. ഡിസംബർ 12-ന് ഗൾഫ് ജയൻസിനെതിരെ തന്നെയാണ് വൈപ്പേഴ്സിന്റെ അടുത്ത മത്സരം. MI എമിറേറ്റ്സ് 3 മത്സരങ്ങൾ കളിച്ചതിൽ 2 എണ്ണത്തിൽ പരാജയപ്പെട്ടു. 1 മത്സരം വിജയിക്കുകയും ചെയ്തു. ഡിസംബർ 11-ന് അബുദാബി നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് MI എമിറേറ്റ്സിന്റെ അടുത്ത മത്സരം.